നല്ലവനും വിശ്വസ്തനുമായ, തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ കഴിയാത്ത നമ്മുടെ സനാതനനായ ദൈവത്തിന് സ്തോത്രം സ്തുതിയും ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ, തൻ്റെ രക്തത്താൽ നമ്മെ പിതാവായ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങിയ, തൻ്റെ ആത്മാവിനെ നമുക്ക് തന്ന് ആത്മാവിനാൽ മുദ്രയിട്ട് നമ്മെ സൂക്ഷിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും ആദരവും വന്ദനങ്ങളും ഏവർക്കും അറിയിക്കുന്നു. ഈ ആഴ്ചയുടെ അവസാനത്തെ ദിവസം നാം ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പതിവ് പോലെ ദൈവവചന പഠനത്തിനായിട്ട് അടുത്തു വരുന്നല്ലോ. അത് നമുക്ക് ഏവർക്കും അനുഗ്രഹമാകട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എബ്രായ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ്. നാം 5-ാം വാക്യം മുതൽ 8-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം വരെ കണ്ടു. ദൈവം മനുഷ്യനെ കുറിച്ച് എങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചുവെന്ന്. വാട്ട് ഗോഡ് ഒറിജിനലി ഇൻറ്റൻറ്റഡ് മാൻ ടു ബി ലൈക്ക്. എങ്ങനെ മനുഷ്യനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതാണ് നാം എബ്രായർ 2-ന്റെ 5 തൊട്ട് 8-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം വരെ കണ്ടത്. സ്തോത്രം. അതിൻ്റെ 2-ാമത്തെ ഭാഗത്ത്, 8-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് നമ്മൾ കണ്ടു, പക്ഷേ പാപം നിമിത്തം നാം എന്തായി തീർന്നു എന്നുള്ളത്. സ്തോത്രം. 9-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിലൂടെ നമുക്ക് എന്തായി തീരുവാൻ കഴിയും എന്നുള്ളതാണ്. സ്തോത്രം. So 3 things about man, humanity. 5 chapter 2, Hebrews chapter 2 verses 5 to 8, first part. What God originally wished man to become, what we were to be. Second part of verse 8, what we became but because of sin, or how sin deformed humanity. And now from 9 onwards, there is the possibility and there is the provision of God, what we can become in and through Jesus, in and through Jesus, or what Christ makes us to be. സ്തോത്രം. അങ്ങനെ മനുഷ്യരെക്കുറിച്ചുള്ള 3 അവസ്ഥകളാണ് നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതിൽ ആദ്യത്തെ 2 ഭാഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. 3-ാമത്തെ ഭാഗത്തിൽ നമ്മളിപ്പോൾ ആയിരിക്കുകയാണ്. 9-ാം വാക്യം നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കാമല്ലോ. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവന് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. നാം ആ വാക്യത്തിൽ നിന്ന് 2-3-4 കാര്യങ്ങളാണ് ഇന്നലെ ചിന്തിച്ചത്. ഓർമ്മ കാണുമല്ലോ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതും ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നതുമായ കാര്യങ്ങൾ. ക്രിസ്തുവിനെ കുറിച്ചുള്ള 3-4 കാര്യങ്ങളാണ് നാം ഇന്നലെ കണ്ടത്. ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി, അല്ലെങ്കിൽ താഴ്ത്തപ്പെട്ടവനായി യേശു ഭൂമിയിൽ വന്നു. 2, നമുക്കെല്ലാവർക്കും വേണ്ടി യേശു മരണം ആസ്വദിച്ചു. 3, യേശു മരണം അനുഭവിച്ചു. 4, യേശുവിനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു.
അതിൽ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി യേശുവിനെ കാണുന്ന ഭാഗമാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. കർത്താവായ യേശു അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു എന്നും അതിനാൽ ദൈവത്വത്തിൻ്റെ പൂർണ്ണ മഹത്വം നമ്മുടെ കർത്താവായ യേശുവിൽ അനാദി മുതൽ ഉണ്ടായിരുന്നു എന്നും നമ്മൾ പഠിച്ചു. അത് നമുക്കറിയാം. എന്നാൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരാൻ നേരം യേശുവിനായി ഒരുക്കപ്പെട്ടിരുന്ന ആ ശരീരത്തിൽ യേശു ഭൂമിയിൽ വെളിപ്പെട്ടു. അപ്പോൾ മർത്യരായ മനുഷ്യര് വസിക്കുന്ന ഈ ഭൗമലോകത്തിലേക്ക് യേശു ആയിരുന്ന ദൈവത്വത്തിൻ്റെ മഹത്വത്തിൽ ഇറങ്ങി വരാൻ ഒക്കാത്തതുകൊണ്ട്, ഒക്കാത്തത് എന്ന് പറഞ്ഞാൽ ദൈവത്തിനൊക്കാത്തത് കൊണ്ടല്ല, മനുഷ്യർ നിമിത്തം ഒക്കാത്തതുകൊണ്ട്. അഥവാ ആ മഹത്വത്തോടെ കർത്താവ് ഇവിടേക്ക് ഇറങ്ങി വന്നാൽ ജഡത്തിൽ വസിക്കുന്ന മനുഷ്യർക്ക് പിന്നെ ജീവിച്ചിരിക്കാൻ കഴിയില്ല എന്നത്, അതാണ് ഒക്കാത്തത് എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്. അപ്പോൾ മഹത്വത്തിൽ വസിക്കുന്ന ദൈവത്തിന് അതേ മഹത്വത്തോടെ പഞ്ചഭൗതിക ലോകത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിയാത്തത് കൊണ്ട് ഈ ലോകത്തിനേക്ക് പറ്റുന്ന ഒരു ശരീരമാണ് ദൈവം യേശുക്രിസ്തുവിന് വേണ്ടി ഒരുക്കിയിരുന്നത്. ആ ശരീരം ധരിച്ചുകൊണ്ട് ഇവിടേക്ക് വന്നപ്പോൾ അതുവരെ ധരിച്ചിരുന്ന മഹത്വ ശരീരം അല്ലെങ്കിൽ തൻ്റെ മഹത്വം കർത്താവ് സ്വർഗത്തിൽ വച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഈ ഭൂമിയിലെ 3.5 വർഷത്തെ ശുശ്രൂഷയും 30-ൽ പരം വർഷത്തെ ജീവിതവും എല്ലാം കൂടെ 33+, അധികം, അതിനെയാണ് നമ്മൾ പൊതുവെ 33.5 എന്ന് ആക്കുന്നത്. അരയുടെ കണക്ക് നമ്മളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. സ്തോത്രം. 33+, 33 ചിലപ്പോൾ ചില മാസങ്ങളാകാം. കൃത്യമര വർഷം 6 മാസമൊന്നൊന്നുമില്ല. ഏതായാലും 33-ൽ പരം വർഷത്തെ ഈ ഭൂമിയിലെ ജീവിതത്തിനും ശുശ്രൂഷയ്ക്കും ശേഷം കർത്താവ് തൻ്റെ ഉരിഞ്ഞുവെച്ച മഹത്വത്തിലേക്ക് മടങ്ങി എന്ന് ഇന്നലെയും നമ്മൾ യോഹന്നാൻ 17-ാം അധ്യായത്തിൽ നിന്ന് പഠിച്ചു, മനസ്സിലാക്കി. കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മഹത്വവാനായിരുന്നു. യേശു ഈ ഭൂമിയിൽ വന്ന് ക്രൂശിൽ മരിക്കാതെയും അതുനിമിത്തം ക്രൂശുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നടത്താതെയും മടങ്ങി സ്വർഗത്തിലേക്ക് പോയിരുന്നെങ്കിലും പോലും യേശുവിന് മുമ്പുണ്ടായിരുന്ന മഹത്വം തിരികെ ലഭിക്കുമായിരുന്നു. അത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വമാണ്. സ്തോത്രം. ഇൻട്രിൻസിക് ആയിട്ടുള്ള, ആബ്സല്യൂട്ട് ആയിട്ടുള്ള, ഇറ്റേണൽ ആയിട്ടുള്ള, ഇൻഹെറന്റ് ആയിട്ടുള്ള, അത് ദൈവത്വത്തിൻ്റെ മഹത്വമാണ്. സ്തോത്രം. അതിനോട് പ്രത്യേകിച്ച് ഒന്നും കൂട്ടിച്ചേർക്കാൻ ഇല്ല, ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യവുമില്ല. എന്നാൽ യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ മഹത്വമൊക്കെ വിട്ടിട്ടാണ്, ഉപേക്ഷിച്ചതല്ല, മാറ്റിവെച്ചിട്ടാണ് വന്നത്. ഭൂമിയിൽ നാം യേശുക്രിസ്തുവിനെ കാണുന്നത് ഒരു സാധാരണ മനുഷ്യനെ പോലെയാ, പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൽ പ്രായമോ ജരാനരകളോ ബാധിക്കുന്നില്ല. യേശുവിൻ്റെ ദൈവത്വത്തിൽ പ്രായവ്യത്യാസം ഉണ്ടാകുന്നില്ല.
എന്നാൽ ഭൂമിയിൽ യേശു വന്നപ്പോൾ തൻ്റെ മനുഷ്യ ശരീരത്തിന് പ്രായത്തിനനുസരിച്ച മാറ്റമുണ്ടായി. മറിയയുടെ ഉദരത്തിൽ ഒരു ഭ്രൂണമായിട്ട്, ഒരു സീക്താണ്ഡമായിട്ട് വന്നു. സാധാരണ മനുഷ്യക്കുഞ്ഞിനെ പോലെ ഗർഭകാലം തികഞ്ഞു, പ്രസവിക്കപ്പെട്ടു. ഒരു സാധാരണ മനുഷ്യക്കുഞ്ഞിനെ പോലെ ശിശുവായിട്ട് ജനിച്ചു. എന്നാൽ യേശു പ്രായത്തിനനുസരിച്ച് വളർന്നു. തിരുവെഴുത്തത് പറയുന്നുണ്ട്, ബാലൻ വളർന്നു, കൃപയും സത്യവും ഒക്കെ നിറഞ്ഞവനായി, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. മുതിർന്നു വന്നു. അപ്പൊ പ്രായത്തിനനുസൃതമായ മുതിർന്നു വരുന്ന, വളരുന്ന അവസ്ഥ യേശുവിനുണ്ടായി. അത് യേശുവിൻ്റെ മനുഷ്യത്വമാണ്. ദൈവത്വത്തിൽ അങ്ങനെയുള്ള യാതൊരു മാറ്റങ്ങളും ഇല്ല. അതുകൊണ്ടാണ് ഇബ്രായ ലേഖന കർത്താവ് തന്നെ പറയുന്നത്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. സ്തോത്രം. പ്രായം, കാലം ഒന്നും ദൈവത്തെ ബാധിക്കുന്നില്ല. ഒന്നിനാലും ദൈവത്തിന് മാറ്റമില്ല. പക്ഷെ യേശു ഭൂമിയിൽ വന്നപ്പോൾ മാറ്റങ്ങളുണ്ടായി. പ്രായത്തിനനുസൃതമായി യേശു വളർന്നു. വളർന്നപ്പോൾ ആ ശരീരത്തിന്, ജഡശരീരത്തിൻ്റെ എല്ലാ ബലഹീനതകളും ഉണ്ടായിരുന്നു, പാപമൊഴികെ. പാപം ഒഴികെയുള്ള എല്ലാ ബലഹീനതകളും യേശുക്രിസ്തുവിൻ്റെ ജഡശരീരത്തിന് ഉണ്ടായിരുന്നു. എടുത്തു പറയുന്നു, യേശു വെളിപ്പെട്ടത് പാപജഡത്തിൽ അല്ല, പിന്നെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലാണ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാനും അത്രയ്ക്ക് പ്രാധാന്യമുള്ളതായതുകൊണ്ടുമാണ്. റോമർ 8:3 നമ്മൾ ഈ പറഞ്ഞ വാക്യം. യേശു പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വെളിപ്പെട്ടു. സ്തോത്രം. യേശുവിൻ്റെ പാപരാഹിത്യത്തെക്കുറിച്ച് നമ്മൾ 6-7 കൂട്ടം കാര്യങ്ങൾ പറയാറുണ്ട്. അതും ദൈവമക്കൾക്ക് ഓർമ്മ കാണും. ഒന്നുകൂടെ ആവർത്തിക്കുന്നതിൽ ക്ഷമിക്കണം. ഒന്ന്, അവൻ പാപം അറിയാത്തവൻ. ഹി ന്യൂ നോ സിൻ. സ്തോത്രം. ആവർത്തനമാണ്, എനിക്കറിയാം, എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന് മാത്രം. 2 കൊരിന്ത്യർ 5:21 പാപം അറിയാത്തവനെ എന്ന് നമ്മൾ കാണുന്നു. 2, ഹി ഡിഡ് നോ സിൻ. 1 പത്രോസ് 2:21 തൊട്ടുള്ള വാക്യങ്ങളിലാണ് അവൻ പാപം ചെയ്തിട്ടില്ല. ഹി ഡിഡ് നോ സിൻ. 3, ഇൻ ഹിം there is no sin. യേശുക്രിസ്തുവിൽ പാപം ഇല്ല. സ്തോത്രം. ക്രിസ്തുവിൽ പാപമില്ല. യേശുവിൻ്റെ സ്വഭാവത്തിൽ പാപമില്ല. 1 യോഹന്നാൻ 3:5. 4, യേശു പാപികളോട് വേർപെട്ടവൻ. ജീസസ് is separate from sinners. എബ്രായ ലേഖനം 7-ാം വാക്യത്തിലാണ് പാപികളോട് വേർപെട്ടവൻ. സ്തോത്രം. 5, യേശു പാപങ്ങൾക്കു വേണ്ടി യാഗം കഴിക്കുവാൻ ആവശ്യമില്ലാത്ത മഹാപുരോഹിതൻ. അതും
എബ്രായ ലേഖനം തന്നെ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 1 മുതലേയുള്ള വാക്യങ്ങളിൽ ആ കാര്യമാണ് അപ്പോസ്തലൻ എടുത്തു പറയുന്നത്. സ്തോത്രം. സ്വന്തം പാപങ്ങൾക്കു വേണ്ടി മറ്റ് അഹരോന്യ മഹാപുരോഹിതന്മാരെ പോലെ, സ്തോത്രം, സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. ആവശ്യമില്ലാത്തവൻ തന്നെ. സ്തോത്രം. ആ അധ്യായം മുഴുവനും അവസാനത്തെ വാക്യം വരെ അതേ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് യേശു ക്രിസ്തു ആയിരിക്കുന്നു. ഇനിയല്ല, ഭൂമിയിലായിരുന്ന സമയത്ത് പോലും ഒരിക്കലും തൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഒരു യാഗം കഴിക്കേണ്ടി വന്നിട്ടില്ല. മറിയയും യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് യാഗം കഴിച്ചത് മറിയയുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. പ്രസവകാലം കഴിയുമ്പോൾ അങ്ങനെ ഒരു പതിവ് ദൈവം കൽപ്പിച്ചാക്കിയിരുന്നു സ്ത്രീകൾക്ക്. അങ്ങനെയല്ലാതെ പാപപരിഹാരത്തിന് വേണ്ടിയല്ല. ശാരീരികമായി അവൾക്കുണ്ടായ അശുദ്ധി, പ്രസവ സംബന്ധമായി രക്തസ്രാവം നിമിത്തവും ഒക്കെ ഉണ്ടായിട്ടുള്ള അശുദ്ധിയിൽ നിന്ന് തൻ്റെ ശരീരത്തിൻ്റെ ശുദ്ധീകരണത്തിനായി ദൈവം കൽപ്പിച്ചാക്കിയ ഒരു നിയമം, ന്യായപ്രമാണം. അല്ലാതെ പാപപരിഹാരത്തിനായിട്ടായിരുന്നില്ല അതുപോലും. മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ 5 കാര്യങ്ങൾ ചിന്തിച്ചു അല്ലേ. 6-ാമത്തേത്, യേശുവിന് ഒരിക്കലും പാപക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടില്ല. He never had to pray for forgiveness. മറ്റുള്ളവരുടെ പാപക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ക്രൂശീകരണ സമയത്തും ഇവരുടെ പാപം നിർത്തരുതേ. എന്നാൽ സ്വന്തം പിതാവേ എൻ്റെ പാപം ക്ഷമിക്കണമേ എന്നൊരിക്കലും യേശുവിന് പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം യേശുക്രിസ്തു പാപമില്ലാത്തവനായിരുന്നു. സ്തോത്രം. അതാണ് നമ്മൾ പറഞ്ഞത്, പാപം ഒഴികെ യേശുക്രിസ്തുവിൻ്റെ ശരീരം നമ്മുടേതിനോട് തുല്യമായിരുന്നു. വിശപ്പുണ്ടായിരുന്ന, ദാഹമുണ്ടായിരുന്ന, ക്ഷീണമുണ്ടായിരുന്ന, ഉറങ്ങേണ്ടിയിരുന്ന ഒരു ശരീരം, വസ്ത്രം ധരിക്കേണ്ടിയിരുന്ന ഒരു ശരീരം, വേദനപ്പെടാമായിരുന്ന ശരീരം, മരിക്കാമായിരുന്ന ശരീരം, മർത്യമായ ശരീരം. സ്തോത്രം. ദ്രവത്വത്തിന് വിധേയപ്പെടാമായിരുന്ന ശരീരം. ദ്രവത്വം കണ്ടില്ല എന്നുള്ളത് പ്രവചന നിവൃത്തി. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ദ്രവത്വം ആകുന്നതിന് മുമ്പ് തന്നെ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നടന്നു. അതാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിനുണ്ടായിരുന്നത്, ഈ ഭൂമിയിൽ ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്, നമ്മുടേതിനോട് സകലത്തിലും തുല്യമായ ശരീരം. ഒറ്റ വിഷയത്തിൽ മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടേത് പാപമുള്ള ശരീരവും യേശുവിൻ്റേത് പാപമില്ലാത്ത, എന്നാൽ പാപജഡത്തോട് സാദൃശ്യമുള്ളതുമായ ശരീരം. അതുകൊണ്ട് ആ ശരീരത്തിന് എന്തില്ലായിരുന്നു? ഭൂമിയിലായിരുന്ന സമയത്ത് തേജസ്സോ മഹത്വമോ ബാഹ്യമായി നമുക്ക് കാണത്തക്കതുപോലെ ഇല്ലായിരുന്നു. ഒരിക്കൽ മാത്രം യേശു തൻ്റെ മഹത്വം തൻ്റെ 3 ശിഷ്യന്മാർക്ക് മറുരൂപമലയിൽ വെച്ച് കാണിച്ചു കൊടുത്തു എന്ന് മാത്രം. അതേക്കുറിച്ച് പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ അത്രേ. സ്തോത്രം. അതല്ലാതെ മറ്റാരും യേശുവിൻ്റെ മഹത്വം ആ നിലയിൽ കണ്ടിട്ടില്ല.
ബാഹ്യമായ ഒരു നിലയിൽ ശരീരത്തിൽ വെളിപ്പെട്ട ഒരു മഹത്വം കണ്ടിട്ടില്ല. പക്ഷേ യോഹന്നാൻ എഴുതി, യോഹന്നാൻ 1:14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ്. തേജസ്സായി കണ്ടു. സ്തോത്രം. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിങ്കൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായിട്ട് കണ്ടു. ആ തേജസ് ഏത് തേജസ്സാ? നമ്മൾ കുറച്ച് ദിവസം മുമ്പ് അതേക്കുറിച്ച് പറഞ്ഞിരുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ, വിശുദ്ധിയിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ പ്രകൃതമാണത്. സ്തോത്രം. അതല്ലാതെ പ്രത്യേകിച്ച് ഒരു വെളിച്ചമോ പ്രത്യേകിച്ച് ഒരു ഗ്ലേസിങ്ങോ ഒന്നും യേശുവിൻ്റെ ശരീരത്തിൽ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും അതേപ്പറ്റി പറഞ്ഞായിരുന്നല്ലോ. സ്തോത്രം. അങ്ങനെയായിരുന്നുവെങ്കിൽ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ ഒരുത്തൻ്റെ ആവശ്യം ഇല്ലാതിരുന്നേനെ. ആ തേജസ്സുള്ള ആ വ്യത്യസ്തനായ ആളിനെ ഇങ്ങ് പിടിച്ചാൽ മതി. വേറെ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെ കീശയിൽ കിടന്നേനെ. എന്നാൽ കാണിച്ചു കൊടുക്കേണ്ടി വന്നു. കാരണം ശിഷ്യന്മാരിൽ നിന്നും യേശുവിനെ വേർതിരിച്ചറിയാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല ഒറ്റയടിക്ക്. അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു. അപ്പോൾ ആ തേജസ് എന്ന് പറയുന്നത് ബാഹ്യമായിട്ട് കാണാവുന്ന ഒരു തേജസ് അല്ല. സ്തോത്രം. എന്നാൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നമുക്ക് യേശുവിനെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൻ്റെ തേജസ്സോടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അത് ദൈവത്വത്തിൻ്റെ തേജസ്സല്ല അപ്പോഴും അവർ കണ്ടത്. സ്തോത്രം. അടച്ചിട്ട മുറിയിൽ പ്രത്യക്ഷപ്പെടുന്ന, സ്തോത്രം, എവിടെയോ നിന്ന്, ഫ്രം നോവെയർ, ഔട്ട് ഓഫ് നോവെയർ, തങ്ങളോട് കൂടെ വഴിയാത്രയിലെങ്കിൽ അപ്പോൾ, ആഹാരം കഴിക്കുമ്പോഴെങ്കിൽ അപ്പോൾ, കൂടിയിരിക്കുമ്പോഴെങ്കിൽ അപ്പോൾ വെളിപ്പെടുന്ന ആ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൻ്റെ പ്രത്യേകതകളോടുകൂടെ ക്രിസ്തുവിനെ നാം കാണുന്നു. ആ രൂപാന്തരപ്പെട്ട ശരീരം, അത് നാം യേശുക്രിസ്തുവിനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. God the Father crowned the Lord Jesus Christ with glory and honor because of his human birth, enduring or experiencing death for us all, and also because he tasted death for us. അത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തി കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രം. സ്തോത്രം. അത് തൻ്റെ ദൈവത്വത്തിൻ്റെ തേജസ്സിൽ നിന്നും ഭിന്നമായതാണെന്ന് നമ്മൾ കണ്ടു. അതേ തേജസ്സാണ് നാമും പ്രാപിക്കുവാൻ ഇരിക്കുന്നത്. സ്തോത്രം. 2 കൊരിന്ത്യർ 3:18 നമുക്കൊന്നും കൂടെ വായിച്ച ആ ഭാഗം വിടാം. 2 Corinthians 3:18. എന്നാൽ മൂടുപടി നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ തേജസ്കരിക്കപ്പെട്ട അതേ പ്രതിമയായി നമ്മൾ രൂപാന്തരപ്പെടുന്നു.
സ്തോത്രം. ക്രിസ്തുവിൻ്റെ അതേ പ്രതിമ, ക്രിസ്തുവിൻ്റെ അതേ മഹത്വം പ്രാപിപ്പാനല്ലോ നമ്മെ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്കായി വിളിച്ചത് എന്ന് പൗലോസ് 2 തെസ്സലോനിക്കർ 2:13-14 വാക്യങ്ങളിൽ പറയുന്നു. നമ്മളതും നേരത്തെ പഠിച്ചിട്ടുള്ളതാ. സ്തോത്രം. 14-ാമത്തെ വാക്യം എടുത്തെങ്കിൽ വായിച്ചോളൂ. ഞാൻ പറഞ്ഞത് തന്നെയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ. നമുക്കറിയാം, ഫിലിപ്പിയർ 3:20-21 വളരെ മനഃപ്പാഠമായ വാക്യങ്ങളാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നും അവിടെ നിന്നും നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്നും പറഞ്ഞിട്ട് 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്നു. കണ്ടോ, തൻ്റെ മഹത്വമുള്ള ശരീരത്തോട്. ഏത് ശരീരമാണത്? ഉയർത്തെഴുന്നേറ്റ തേജസ്കരിക്കപ്പെട്ട ശരീരം. കാരണം അതിനു മുമ്പ് യേശുവിന് അങ്ങനെ ഒരു ശരീരം, ഒരു ഭൗതിക ശരീരം ഇല്ലായിരുന്നു. സ്തോത്രം. നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ഇനിയും കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ എബ്രായർ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാനും ഇരിക്കുകയാണ്. ഭൂമിയിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു പിതാവിനോട് പറയുന്ന കാര്യമാണ് നമ്മൾ 10:5 നിന്നും വായിച്ചത്. എബ്രായർ 10:5 നിന്നും. ഹീബ്രൂസ് 10:5. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവവംശമ ഹോമ മതി. സർവാംഗ ഹോമങ്ങളിലൊന്നും പ്രസാദിക്കാത്ത ദൈവം, മനുഷ്യന്റെ പാപമോചനത്തിന് വേണ്ടി മനുഷ്യനിൽ നിന്ന് യാഗങ്ങളൊന്നും ആവശ്യപ്പെടാത്ത ദൈവം, അതുകൊണ്ട് ശാശ്വതമായ പാപപരിഹാരം വരുത്തുവാൻ കഴിയാതിരുന്നതിനാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, ലോകത്തിലേക്ക് വരുമ്പോൾ എന്ത് പറഞ്ഞിരിക്കുന്നു? നീ എനിക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ആ ശരീരമാണ് മുമ്പേ നമ്മൾ പറഞ്ഞ മറിയയിലൂടെ ജനിച്ച് ക്രൂശിൽ മരിച്ച് അരിമത്യക്കാരൻ യോസേഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടത്. ആ ശരീരമാണ് തേജസ്സോടെ ഉയർത്തെഴുന്നേറ്റത്. ആ ശരീരത്തെയാണ് പരിശുദ്ധാത്മാവ് ഉയർപ്പിച്ചതെന്ന് ഇന്നലെ നമ്മൾ എഫീസ് ലേഖനത്തിൽ നിന്നും കണ്ടു. സ്തോത്രം. ആ ശരീരത്തോടാണ് നമ്മെ എന്ത് ചെയ്യാൻ പോകുന്നത്? അനുരൂപമായി രൂപാന്തരപ്പെടുത്താൻ പോകുന്നത്. ഫിലിപ്പിയർ 3:21 പറഞ്ഞത് അത് തന്നെയാണ്. യോഹന്നാൻ 3:2 1 യോഹന്നാൻ 3:2 പറഞ്ഞത്, നാം അവനോട് സദൃശന്മാരാകും. സ്തോത്രം. അപ്പൊ നമുക്കുള്ള ഇനി വരുംകാല നിത്യത മുഴുവൻ ഈ ശരീരത്തോടു കൂടി ആയിരിക്കുമോ യേശു? അതെ. കാരണം ആ ശരീരം കർത്താവ് ഉപേക്ഷിക്കുന്നില്ല. ഉപേക്ഷിക്കാനായിരുന്നെങ്കിൽ ഇവിടെ ഇട്ടിട്ട് പോണമായിരുന്നു. ദൈവവചനത്തിന്റെ ഉപദേശം നമുക്ക് ലഭിക്കുന്ന ശരീരം
അത് അൻഹിലേറ്റ് ചെയ്യപ്പെടുന്നില്ല. അത് നരകത്തിൽ പോലും ദഹിച്ചു തീരാത്ത, ദഹിച്ചു മാറാത്ത ഒരു ദേഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ യേശുക്രിസ്തുവിനെ അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ട് കാണുന്നത്. കുത്തിത്തുളയ്ക്കപ്പെട്ട പാടുകൾ, പഞ്ചമുറിവുകൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഇപ്പോഴും ഉള്ളതായി തിരുവെഴുത്ത് പറയുന്നത് അതുകൊണ്ടാണ്. യേശു മനുഷ്യപുത്രനായതുകൊണ്ട്, മനുഷ്യപുത്രൻ്റെ രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, അത് മശിഹാത്വത്തിൻ്റെ ഒരു ടൈറ്റിലാണ്, മെസ്സിയാനിക് ടൈറ്റിലാണ് മനുഷ്യപുത്രൻ എന്നുള്ളത്. അപ്പോൾ മനുഷ്യപുത്രൻ എന്നത് യേശു ക്രിസ്തു മശിഹയാണെന്നുള്ളതിന് തെളിവാണ്. അതിൻ്റെ ഒരു സാധാരണ അർത്ഥം യേശു മനുഷ്യപുത്രൻ, ലിറ്ററലായിട്ട് അക്ഷരികമായി യേശുവിൻ്റെ മനുഷ്യത്വത്തെയും കാണിക്കുന്നത്. ആ മനുഷ്യത്വത്തെ കാണിക്കുന്ന സാധാരണ ഭാഗത്തു നിന്നും നമ്മൾ ചിന്തിച്ചാൽ യേശു മനുഷ്യപുത്രനായതുകൊണ്ടാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരനായി തീരാൻ കഴിഞ്ഞത്. വീണ്ടെടുപ്പിൻ്റെ പ്രമാണം നമ്മൾ ലേവിയ 25 നിന്നും പഠിച്ചിട്ടുണ്ട്. വീണ്ടെടുക്കപ്പെടേണ്ട, നഷ്ടപ്പെട്ടുപോയ മനുഷ്യൻ്റെ ചാർച്ചക്കാരനായി, കുടുംബാംഗമായിട്ട് യേശു മനുഷ്യനായി വന്നു. അല്ലായിരുന്നെങ്കിൽ നമ്മളെ വീണ്ടെടുക്കാൻ യേശുവിന് കഴിയില്ലായിരുന്നു. മറ്റേതെങ്കിലും ഒരു സൃഷ്ടി, ദൂതന്റെ പോലും പരുവത്തിൽ വന്നിരുന്നെങ്കിൽ നമ്മളെ വീണ്ടെടുക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ നിയമം അങ്ങനെയാണ്. ആർക്കാണോ നഷ്ടം സംഭവിച്ചത് അവൻ്റെ ചാർച്ചക്കാരനായിട്ട് വേണം വീണ്ടെടുപ്പുകാരൻ വരുവാൻ. അങ്ങനെ നഷ്ടം ഭവിച്ച മനുഷ്യൻ്റെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനായി, മനുഷ്യനായിട്ട് തന്നെ യേശു വന്നു. അപ്പോൾ യേശുവിൻ്റെ മനുഷ്യത്വം കൊണ്ട് വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർത്തു. സ്തോത്രം. കൂടുതലും ഇത് കൺവെൻഷനുകളിൽ പ്രസംഗിക്കപ്പെടേണ്ട ഒരു വിഷയമാണെങ്കിലും നമ്മുടെയും അറിവിനായിട്ട് പറയുന്നതേ ഉള്ളൂ. അത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ന്യായവിധിയുമായിട്ടുള്ള ബന്ധത്തിൽ പഠിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ യേശു മനുഷ്യപുത്രനായി നമ്മുടെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. 2, ഇപ്പോൾ യേശു മഹാപുരോഹിതനായിരിക്കുന്നു. പൗലോസ് 1 തിമോത്തിയോസ് 2:4-5 വാക്യങ്ങളിൽ യേശുവിനെ മധ്യസ്ഥനായിട്ട് പറയുമ്പോൾ പറയുന്നു, ദൈവം ഒരുവനല്ലോ, അല്ലെങ്കിൽ ഏകനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ. ആരാണ്? എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു. മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. യേശു മഹാപുരോഹിതനായിരിക്കാനും യോഗ്യത തൻ്റെ മനുഷ്യത്വമാണ്. ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥനാകാൻ, മഹാപുരോഹിതനാകാൻ കഴിയില്ല. ഇനിയും ന്യായവിധിക്ക് വേണ്ടി യേശു വരുന്നു. ഇന്നലെ നമ്മൾ ആ കാര്യം യോഹന്നാൻ 5-ാമത്തെ അധ്യായത്തിൽ നിന്ന് കണ്ടു. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായം വിധിക്കുന്നതിനുള്ള അധികാരം യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നു. വിശദീകരണം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല. ആ ന്യായവിധി പല തലങ്ങളിലാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. നിത്യതയ്ക്ക് 1000 ആണ്ട് വാഴ്ചയും കഴിഞ്ഞിട്ട് നിത്യതയ്ക്ക് തൊട്ട് മുമ്പാണ് ഏറ്റവും ഒടുവിലത്തെ ന്യായവിധി നടക്കുന്നതെന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും പഠിച്ചതാണ്. 20-ാമത്തെ അധ്യായം 12 മുതൽക്കുള്ള വാക്യങ്ങളിൽ നിന്ന്, 11 മുതൽക്കുള്ള വാക്യങ്ങളിൽ നിന്ന്. അന്തിമ ന്യായവിധി, അല്ലെങ്കിൽ വലിയ വെള്ളസിംഹാസന ന്യായവിധി. അതിനും യേശു മനുഷ്യപുത്രൻ ആയിരുന്നേ പറ്റൂ.
പിന്നീട് ഈ ഭൂമിയിൽ ഭരണം നടത്താൻ അതിനും യേശുവിന് മനുഷ്യപുത്രനായിരിക്കേണ്ടതുണ്ട്. അങ്ങനെ യേശുവിൻ്റെ മനുഷ്യത്വം യേശു ജഡമെടുത്തത് മുതൽ തുടരുകയാണ്. കർത്താവിൻ്റെ ശരീരം ഈ ഭൂമിയിലെങ്ങും ഇട്ടിട്ടല്ല കർത്താവ് പോയത്. ജഡശരീരത്തോടുകൂടിയ അക്ഷരീയമായ ഒരു ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവുമാണ് യേശുവിനുണ്ടായത്. യേശു ശരീരത്തോടെ തൻ്റെ 11 ശിഷ്യന്മാർക്കും കാണത്തക്കതുപോലെയാണ് സ്വർഗത്തിലേക്ക് പോയത്. അതുകൊണ്ട് ദൂതന്മാർ വന്നിട്ട് അപ്പോസ്തലപ്രവൃത്തികൾ 1:11 പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ആ നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ ആമേൻ. നിങ്ങൾ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടു. ഒരു ആത്മാവ് പോയി ഒരു പുകയൊന്നുമല്ല കണ്ടത്. അവർക്ക് വളരെ ദൂരം വരെയും കാണാൻ കഴിയുന്ന ഒരു വലിയ ദൂരം വരെയും അവർ യേശുവിൻ്റെ ശരീരത്തോടുകൂടിയ സ്വർഗാരോഹണം കണ്ടു. അതുപോലെ യേശു മടങ്ങി വരുമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ശാരീരികമായ ഒരു മടങ്ങി വരവ്. അതുകൊണ്ടാണ് വെളിപ്പാട് 1:7 നമ്മൾ കാണുന്നത്, കർത്താവിൻ്റെ മടങ്ങി വരവിൽ എല്ലാ കണ്ണും അവനെ കാണും. എന്നിട്ട് കോമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. കുത്തിത്തുളച്ചവർ അവനെ കാണണമെങ്കിൽ സഖരിയാവ് പറഞ്ഞതിനെ യോഹന്നാൻ അപ്പോസ്തലൻ 19-ാമത്തെ അധ്യായത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പടയാളി യേശുവിനെ കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തിയത് എന്തിനു വേണ്ടിയാണ്? അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും എന്ന തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ. ഈ വരുന്നത് യേശുവാണ്, ഈ യേശുവാണ് മശിഹ എന്ന് ഇവർക്ക് എങ്ങനെ അറിയാം? അതിനുള്ള ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് യേശുവിൻ്റെ ശരീരത്തിലെ പഞ്ചമുറിവുകൾ. യേശുവിൻ്റെ ശരീരത്തിൽ വേറെ മുറിവൊന്നും ഉള്ളതായിട്ട് വെളിപ്പാട് പുസ്തകത്തിലൊന്നുമില്ല. ആ കുത്തിയവങ്കിലേക്ക് നോക്കും, ശരിയാ, അപ്പൊ പിന്നെ കുത്തിൻ്റെ പാട് കാണും എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ. കാരണം ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശരീരത്തിൽ ഈ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന തോമസ് അവിശ്വസിച്ചപ്പോൾ പറഞ്ഞത്, തോമസേ, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടിക്കേ, ഈ എൻ്റെ കയ്യിലെ മുറിപ്പാടുകൾ കാണുക, എന്നിട്ട് നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക. ഇട്ടില്ല. അവന് അതിട്ടേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ചെയ്തോ എന്നാ. അപ്പോൾ യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ, സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ ഈ പാടുകൾ ഉണ്ടായിരുന്നു. അത് നിത്യതയോളം കാണും. അതുകൊണ്ടാണ് വെളിപ്പാട് 5-ാമത്തെ അധ്യായത്തിൽ യേശുവിനെ അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാടായിട്ട് കാണുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കണ്ടിരുന്നു, കർത്താവായ യേശുവിൻ്റെ നിത്യതയിൽ നമ്മൾ പാടുന്ന പാട്ട്, കുഞ്ഞാടിൻ്റെ പാട്ട് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന ആ പാട്ട്, അത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ടതാണ്. ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹവുമായി ബന്ധപ്പെട്ടതാണ്. ക്രൂശിലൂടെ നമുക്ക് സൗജന്യമായി ലഭിച്ച വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. സ്തോത്രം. അതുകൊണ്ട് നിത്യത മുഴുവനും ആ മനുഷ്യത്വവും യേശുക്രിസ്തുവിൻ്റെ ഈ മുറിപ്പാടുകളും
ഉണ്ടായിരിക്കും. സ്തോത്രം. പാസ്റ്ററെ, എനിക്കൊരു ചോദ്യം ചോദിക്കാമോ? ഓക്കെ. പാസ്റ്ററെ, ഇൻഹെറിറ്റഡ് ഗ്ലോറി ആൻഡ് റിസീവ്ഡ് ഓർ ഗെയിൻഡ് ഗ്ലോറി. അപ്പൊ ഇപ്പം കർത്താവായ യേശു ക്രിസ്തുവിനുള്ളത് ഗെയിൻഡ് ഗ്ലോറി അല്ലേ? ഇത് രണ്ടും ഉണ്ടല്ലോ. രണ്ടും ഉണ്ട്. സോ രണ്ടും ഇൻഹെറിറ്റഡ് ഗ്ലോറിയും കർത്താവായ യേശു ക്രിസ്തുവിനുണ്ട് ഇപ്പോഴും അല്ലേ? അതെ, ആ മഹത്വത്തിലേക്കാണല്ലോ കർത്താവ് തിരികെ പോയത്. ഓക്കെ. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള അപ്പൊ വ്യത്യാസം, അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇപ്പോൾ കർത്താവിനുള്ള ഇൻഹെറിറ്റഡ് ഗ്ലോറി ആൻഡ് റിസീവ് ഗ്ലോറി അല്ലേ? രണ്ടുമുണ്ടല്ലോ അല്ലേ? നമുക്ക് ലഭിക്കാൻ പോകുന്നത് യേശു ക്രിസ്തുവിന്റെ ശരീരത്തിനുണ്ടായ മഹത്വീകരണമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓൾറൈറ്റ്. താങ്ക് യു. കർത്താവ് യേശു ക്രിസ്തുവിനെ യോഹന്നാൻ കണ്ടപ്പോൾ പൂർണ്ണ മഹത്വത്തോടെയല്ലേ കണ്ടത്? 1-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ. അതെ. ഓക്കെ. യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ ആണ് മഹത്വം കണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് യേശു ക്രിസ്തുവിന്റെ കായപ്രദർശനമെന്നും യേശു ക്രിസ്തുവിന്റെ സപ്തവർദ്ധിത മഹത്വമെന്നുമൊക്കെ. The glorious physical manifestation, bodily manifestation. യോഹന്നാൻ യേശുവിനെ പത്മോസിൽ വെച്ച് കണ്ടപ്പോൾ തന്റെ മനുഷ്യത്വത്തിലാണ് കണ്ടത്. മനുഷ്യപുത്രനോട് സദൃശനായൊരുവൻ. പിന്നെ അംഗവർണ്ണനകളാണല്ലോ, തലയും തലമുടിയും തുടങ്ങി പാദം വരെ, ശബ്ദം, മുഖം, കൈകൾ, കാലുകൾ, മാറ്, എല്ലാം, കണ്ണ് ഒക്കെ അവിടെ വിവരിക്കുന്നു. ശരീരത്തിൻ്റെ അവയവങ്ങളുണ്ട്. തലയും തലമുടിയും കണ്ണും മുഖവും കാലും കൈയും വായും ഒക്കെ അവിടെ പറയുന്നു. പിന്നെ രൂപവും ശബ്ദവുമൊക്കെ വേറെയായിട്ട് പറയുന്നു. അങ്ങനെ അതെല്ലാം അവിടെ പറയുന്നുണ്ട്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമല്ലേ ഉള്ളൂ ഈ രണ്ട് ഗ്ലോറിയും, ഇൻഹെറിറ്റഡ് ആൻഡ് റിസീവ്ഡ് ഗ്ലോറി? വാട്ട് അബൌട്ട് ത്രിയേകത്വത്തിൽ യേശു ക്രിസ്തു മാത്രമേ ജഡം ധരിച്ചുള്ളൂ. പിതാവും പരിശുദ്ധാത്മാവും ജഡമെടുത്തില്ല. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ യേശുക്രിസ്തുവിനുള്ളതുപോലെ ഒരു മനുഷ്യ ശരീരം ഉണ്ടായിരിക്കില്ല. യേശുക്രിസ്തുവിന് മാത്രമേ ഒരു മാനുഷ്യ ശരീരം നിത്യതയിലും കാണാനായിട്ട് പറ്റൂ. പിതാവ് ജഡമെടുത്തില്ല, പരിശുദ്ധാത്മാവും ജഡമെടുത്തില്ല. പുത്രൻ മാത്രമേ ജഡമെടുത്തുള്ളൂ. അതുകൊണ്ട് ആ മനുഷ്യത്വ ശരീരം നിത്യതയിൽ പുത്രന് മാത്രമേ കാണൂ. ആ ശരീരവും അതിൻ്റെ മഹത്വവും എല്ലാം. അതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ യേശുവിനോട് സമരാകും, യേശുവിൻ്റെ മഹത്വം പ്രാപിക്കും, ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കും എന്നൊക്കെ പറയുന്നത്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതുകൊണ്ട് മറ്റൊരു ചോദ്യം വന്നത്, അവനെ കുത്തിത്തുളച്ചവർ റോമക്കാരാണോ യഹൂദന്മാരാണോ എന്നൊരു ചോദ്യം. നാം പത്രോസ് അപ്പോസ്തലന്റെ ആദ്യത്തെ ക്രൈസ്തവ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 2:23 മുതൽക്ക് ഉള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ അവനെ എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോളൂ. ദൈവത്തിൻ്റെ 22 മുതൽ വായിച്ചോ. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. Yeah. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട്
നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. സ്തോത്രം. അവിടെ ഈ രണ്ട് കൂട്ടർക്കും ഉത്തരവാദിത്വമുണ്ടെങ്കിലും കൊന്നത് അല്ലെങ്കിൽ കുത്തിയത് റോമക്കാരാണെങ്കിലും അതിന് കാരണക്കാർ യഹൂദന്മാരാണ്. അതുകൊണ്ട് അതിലെ ഒന്നാമത്തെ, ഇന്നത്തെ ലോകഭാഷയിൽ പറഞ്ഞാൽ ഒന്നാം പ്രതി യഹൂദനാണ്. രണ്ടാം പ്രതിയായിട്ടേ റോമക്കാർ വരികയുള്ളൂ. യേശുവിനെ കൊന്നതിലായാലും യേശുവിനെ കുത്തിയതിലായാലും. അതുകൊണ്ട് രണ്ടുപേർക്കും അതിൽ പങ്കാളിത്തമുണ്ട്. റോമക്കാരല്ല യേശുവിനെ കൊന്നത്, അവരെ കൊണ്ട് കൊല്ലിച്ചത്. റോമക്കാരുടെ പ്രതിനിധിയായിട്ടാണ് പീലാത്തോസ്. യേശുവിനെ വിട്ടയക്കാൻ ആവോളം അയാൾ ആഗ്രഹിച്ചു, ശ്രമിച്ചു. ചെയ്യാമായിരുന്നു, പക്ഷെ ചെയ്തില്ല. യഹൂദനെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ മനസ്സില്ലാതിരുന്ന പീലാത്തോസിനെ കൊണ്ട് യേശുവിനെ ക്രൂശിപ്പിച്ചത് യഹൂദനാണ്. അതുകൊണ്ട് യേശുവിനോട് റോമക്കാർ ചെയ്ത സകല ക്രൂരതകൾക്കും പ്രാഥമിക ഉത്തരവാദിത്വം, പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഈസ് ഫോർ ജ്യൂസ്, യഹൂദനാണ്. അതുകൊണ്ട് വെളിപ്പാട് 1:7 അവനെ കുത്തിത്തുളച്ചവരും എന്ന് എഴുതിയിരിക്കുന്നത് പ്രാഥമികമായും യഹൂദനെ കുറിച്ച്. സ്തോത്രം. ഇതുവരെയുള്ളതിൽ മറ്റെന്തെങ്കിലും? ശരി, മറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പോൾ യേശുക്രിസ്തുവിനെ നമ്മൾ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അക്ഷരീയമായുള്ള തേജസ്, അക്ഷരീയമായ തേജസ്. കൂടാതെ ഫിലിപ്പിയർ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ എല്ലാ മുഴങ്കാലും മടങ്ങുകയും എല്ലാ നാവും ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അവസ്ഥ. അപ്പോൾ ബാഹ്യമായി കാണാവുന്ന ഒരു തേജസ് മാത്രമല്ല ഈ പറയുന്ന ബഹുമാനം. സ്തോത്രം. ഇവിടെ പറയുന്ന മഹത്വവും ബഹുമാനവും എന്നത് ബാഹ്യമായുള്ള ഒരു റേഡിയൻസ്, ഒരു തേജസ് മാത്രമല്ല. The glory and honor here crowned on Jesus is not only a radiance, a visible, spectacular glory. It's not only that. Rather, the reverence Jesus will draw eternally. Though now everyone doesn't acknowledge Christ as God and Lord. ഇന്ന് യേശുവിനെ എല്ലാവരും കർത്താവായും ദൈവമായും രക്ഷിതാവായും ഒന്നും അംഗീകരിക്കുന്നില്ല എങ്കിലും ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അന്ന്
എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങും. എല്ലാ നാവും പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി യേശു കർത്താവെന്ന്, ഞാൻ ഒരു പടി കൂടെ കയറി പറയുന്നു, യേശു മാത്രം കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്യും. അങ്ങനെ നിത്യത മുഴുവനും യേശുക്രിസ്തുവിന് ആ മഹത്വവും തേജസ്സും ഉണ്ടായിരിക്കും. അത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പ് യേശുവിനുണ്ടായിരുന്ന ദൈവത്വത്തിന്റെ തേജസ്സിന് ചേർന്നുള്ള, അതിനോട് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു തേജസ് അല്ലെങ്കിൽ മഹത്വമായിരിക്കും. സ്തോത്രം. അതുകൊണ്ടാണ് യോഹന്നാൻ 5-ാം അധ്യായത്തിൽ പറഞ്ഞത്, ന്യായവിധിയെപ്പറ്റി പറഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനെ ന്യായം വിധിക്കാനുള്ള അധികാരം എന്തുദ്ദേശത്തോടെയാ കൊടുത്തിരിക്കുന്നത്? എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന്. സ്തോത്രം. അവിടെ രണ്ട് കാര്യങ്ങളും ഉണ്ട്. കാരണവും, യേശുവിന് ന്യായാധിപത്വം കൊടുത്തിരിക്കുന്നതിന് കാരണവുമുണ്ട്, ഉദ്ദേശ്യവുമുണ്ട്. കാരണം നമ്മൾ കണ്ടു, അവൻ മനുഷ്യപുത്രൻ ആകയാൽ എന്ന്. ഉദ്ദേശം നമ്മൾ കണ്ടു, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന്. സ്തോത്രം. അപ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ 22-ഉം 25-ഉം വാക്യങ്ങളിൽ നമ്മൾ ആ കാര്യങ്ങൾ കാണുകയാണ്. സ്തോത്രം. 19 മുതൽക്കുള്ള വാക്യങ്ങൾ അതേപ്പറ്റി നമ്മൾ കാണുന്നു. പ്രത്യേകിച്ച് 22-ാമത്തെ വാക്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന്. സ്തോത്രം. അതെന്തുകൊണ്ടാ? യേശുക്രിസ്തുവിൻ്റെ മനുഷ്യജന്മവും ക്രൂശിൽ നിവർത്തിച്ച ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് റിഡംഷൻ ഓൺ ദ ക്രോസ്. സ്തോത്രം. അതുകൊണ്ട് അപ്പോൾ പുറമേ കാണുന്ന ഒരു മാനിഫെസ്റ്റേഷൻ, എ റേഡിയന്റ് മാനിഫെസ്റ്റേഷൻ മാത്രമായിട്ട് ഇതിനെ കാണരുത്. ഈ മഹത്വം, തേജസ് അല്ലെങ്കിൽ മഹത്വം, ബഹുമാനം എന്നുള്ളതിനെ നമ്മൾ കേവലം ഒരു പ്രഭയായി, ഒരു വെളിച്ചമായി മാത്രം കാണരുത്. പകരം യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തോടെ സൃഷ്ടികൾക്കെല്ലാം ഉണ്ടാകുന്ന ഒരു മനോഭാവമായും കൂടെ കാണണം ഇതിനെ. മനസ്സിലായോ? ദിസ് ഗ്ലോറി ആൻഡ് ഓണർ കനോട്ട് ബി അണ്ടർസ്റ്റുഡ് only as a radiant glory, but also as the attitude towards Christ from the entire creation, whether the heavenly holy angels or the fallen angels, the redeemed saints or the condemned sinners. Understood? ദൈവത്തിൻ്റെ വിശുദ്ധ ദൂതന്മാർക്കും വീണുപോയ ദൂതന്മാർക്കും ദൈവത്തിൻ്റെ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർക്കും അതുപോലെ തന്നെ നിത്യശിക്ഷാവിധിക്ക് അർഹപ്പെട്ട അല്ലെങ്കിൽ അതിലേക്ക് തള്ളപ്പെട്ട ദുഷ്ടന്മാർക്കും ഒരുപോലെ യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തോട് തോന്നുന്ന ആ
ബഹുമാനവും ആരാധനയും മനോഭാവവും കൂടെ ഈ മഹത്വം, ബഹുമാനം എന്നിവയ്ക്കകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വ്യക്തമാണല്ലോ. സ്തോത്രം. അപ്പോൾ വെറും ഒരു തേജസ്, ഒരു മിന്നാമിനുങ്ങ് എന്നാരും കരുതരുതെന്നെ. ആ തേജസ് ഉണ്ട് അവിടെ. പക്ഷേ ഇവിടെ പറയുന്ന മഹത്വം നോട്ട് ലിമിറ്റഡ് വിത്ത് എ റേഡിയന്റ് ഗ്ലോറി, എ ലൈറ്റ്. ഒരു പ്രകാശത്തിൽ ഇതൊതുങ്ങുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിലും ഫിലിപ്പി ലേഖനത്തിലും നമ്മൾ ഇന്നലെ വായിച്ചല്ലോ. എഫേസ്യർ 1:20 തൊട്ടും ഫിലിപ്പിയർ 2:9 തൊട്ടും നമ്മൾ കണ്ടത്, സ്തോത്രം, സകല നാമത്തിനും മേലായ നാമമായി യേശുവിനെ ഉയർത്തിയത്. ഏറ്റവും ഉയർത്തി. സ്തോത്രം. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും ശക്തിക്കും അത്യന്തം മീതെ ഇരുത്തി. ഈ ഭൂമിയിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തി. സ്തോത്രം. അതെല്ലാം ഈ മഹത്വത്തിലും ബഹുമാനത്തിലും ഉൾപ്പെടുന്നതാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജഡത്തിലായിരുന്ന സമയത്ത് പോലും ദുരാത്മാക്കളും എന്താ വിളിച്ചു പറഞ്ഞത്? ദൈവത്തിൻ്റെ പരിശുദ്ധനാകുന്നു നീ എന്ന. ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നതാണോ? അവ നിലവിളിച്ചു പറഞ്ഞു, ഞങ്ങളെ ഉപദ്രവിക്കല്ലേ. അപ്പോൾ വീണുപോയ ദൂതന്മാർ യേശുവിൻ്റെ ജഡധാരണ സമയത്തു പോലും, ജഡത്തിൽ ജീവിച്ച സമയത്തു പോലും യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ദുരാത്മശക്തികളെല്ലാം എല്ലാ കാലത്തും യേശുക്രിസ്തുവിന് കീഴ്പ്പെട്ട് തന്നെയായിരുന്നിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാ. നമ്മുടെ ഇടയിൽ ഒരു തെറ്റായ ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ സാത്താനും ദുരാത്മശക്തികളും ഒന്നും യേശുവിന് കീഴ്പ്പെട്ടിട്ടില്ലെന്ന്. തെറ്റായ ധാരണയാണത്. പൈശാചിക ലോകം യേശുവിന് കീഴ്പ്പെടാതെ ഇരുന്ന ഒരു സമയവുമില്ല, ഉണ്ടാവുകയുമില്ല. യേശുവിനോട് തീർച്ചയായിട്ടും എതിർക്കാൻ ശ്രമിക്കും, അതുണ്ട്. സാത്താൻ എന്ന പേരിന്റെ തന്നെ അർത്ഥം നമുക്കറിയാമല്ലോ, എതിരാളി എന്ന്. അതുകൊണ്ട് അവൻ ആ സ്വഭാവം കാണിക്കും, പക്ഷെ കീഴ്പ്പെടാതിരിക്കുന്നില്ല. കർത്താവ് പറഞ്ഞാൽ സാത്താൻ ഇപ്പോഴും അനുസരിക്കും. അതുകൊണ്ടല്ലേ കർത്താവ് നേരിട്ടല്ല, ബലഹീനരായ നമ്മൾ ഒത്തിരി താഴ്ചകളും വീഴ്ചകളുമുള്ള, പാട്ടുകാരൻ പറയുന്നത് പോലെ താഴ്ചകൾ വീഴ്ചകൾ വന്നിടും വേളയിൽ. ഞങ്ങളുടെ ഒരു സാറുണ്ടായിരുന്നു, അദ്ദേഹം ഒത്തിരി തമാശയൊക്കെ പറയും പഠിപ്പിക്കുന്നതിനിടയ്ക്ക്. ആ കൂട്ടത്തിൽ പറയുന്നതാ, നിങ്ങളിപ്പം സുവിശേഷ വേലയ്ക്കൊക്കെ സമർപ്പിച്ച് ഇങ്ങനെ ബൈബിൾ സ്കൂളിൽ വന്നിരിക്കുക. അപ്പം ബൈബിൾ സ്കൂളിലെ സാറാ കേട്ടോ. അദ്ദേഹം ഇങ്ങനെ പറയും, അപ്പോൾ ഈ 12ാം ക്ലാസ്സും ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന പിള്ളേരല്ലേ, എന്നെ പോലെയുള്ളവരാ. ഇംഗ്ലീഷൊന്നും ഒരു പിടുത്തവും ഇല്ലാത്തവരാ. നോട്ട്സ് മുഴുവൻ പഠിപ്പിക്കുന്നതെല്ലാം ഇംഗ്ലീഷിലാണ്, ഒരു വാക്ക് മലയാളത്തിൽ പറയത്തില്ല. പിന്നെ ഈ സാറ് മാത്രം തമാശ പറയുന്ന മലയാളത്തിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളാരും ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പൊട്ടിക്കും. ആ കൂട്ടത്തിൽ പറഞ്ഞ, എടോ
നിങ്ങളൊക്കെ ബൈബിൾ സ്കൂളിൽ സുവിശേഷ വേലയ്ക്ക് കൊണ്ട് സമർപ്പിച്ച് ഇറങ്ങി വരുന്ന സമയത്ത് പാടുന്ന പാട്ടാ, എവിടെ പോയി ഞാൻ ജീവൻ വെച്ചിടണമോ എന്നും പറഞ്ഞാ വരുന്നത്. കുറേ കാലം അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ പാടും, താഴ്ചകൾ വീഴ്ചകൾ വന്നിടും വേളയിൽ. കുറെ കൂടെ കഴിയുമ്പം പിന്നെ പാടുന്ന പാട്ടാണ്, ജീവിതം ഇന്നും ശരിയായിട്ടില്ലയോ, നിങ്ങൾ ഇങ്ങനൊന്നും ആകരുതെന്നും പറഞ്ഞ അദ്ദേഹം ഞങ്ങളെങ്ങനെ പഠിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ സമയം കഴിഞ്ഞു, 1 മിനിറ്റ് കൂടുതലായി. സ്തോത്രം. അപ്പം ഒത്തിരി താഴ്ചകളും വീഴ്ചകളും പറഞ്ഞു വരുന്ന വിഷയം വിട്ടുപോയില്ലല്ലോ. യേശുക്രിസ്തുവിന് പൈശാചിക ലോകം കീഴ്പ്പെടാതിരുന്നിട്ടില്ല ഒരിക്കലും. ഇന്നും അവയെല്ലാം യേശുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു, കർത്താവിനെ അനുസരിക്കുന്നു. അക്കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. താഴ്ചകളും വീഴ്ചകളും ധാരാളമുള്ള സാധാരണ മനുഷ്യരായ നമ്മൾ കർത്താവിൽ ആശ്രയിച്ചും യേശുവിൻ്റെ നാമത്തിലും ദുരാത്മശക്തികളോട് കൽപ്പിക്കുമ്പോൾ നമ്മെ പോലും യേശുവിൻ്റെ നാമത്തിൽ അവകൾ അനുസരിച്ച് പുറപ്പെട്ടു പോകുന്നെങ്കിൽ എന്തേ പൈശാചിക ലോകം യേശുവിന് കീഴ്പ്പെട്ടിട്ടില്ലേ? കീഴ്പ്പെട്ട് തന്നെ ഇരിക്കുന്നത്. അല്ലെന്നാരെങ്കിലും പഠിപ്പിക്കുന്നെങ്കിൽ അത് വേദപുസ്തകം പറയുന്ന നസറായനായ യേശു അല്ല. നസറായന് അന്ധകാരത്തിൻ്റെ ശക്തികൾ കീഴ്പ്പെടാതിരുന്ന ഒരു സമയവുമില്ല. സ്തോത്രം. അപ്പോൾ അവയെല്ലാം കീഴ്പ്പെട്ട് തന്നെ ഇരിക്കുന്നത്. എന്നാൽ അവയുടെ അന്തിമ ന്യായവിധിക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നേരിട്ടുള്ള ഒരു യുദ്ധമുണ്ടെന്ന് മാത്രം. അർമഗദ്ദോനിൽ എതിർ ക്രിസ്തുവും നമ്മുടെ കർത്താവും തമ്മിലും, ഗോഗ് മാഗോഗിൽ സാത്താനും സാക്ഷാൽ സാത്താനും നമ്മുടെ കർത്താവും തമ്മിലും. എന്നാൽ യുദ്ധം നടക്കത്തൊന്നുമില്ല. അതിനു മുമ്പ് തന്നെ നമ്മുടെ കർത്താവ് വിജയിച്ചിരിക്കും, അത്രേ ഉള്ളൂ. യുദ്ധത്തിന് അണിനിരക്കൊന്നേ ഉള്ളൂ. ഒരു മിസൈൽ പോലും, ഒരു പടക്കം പോലും പൊട്ടിക്കാൻ ഈ രണ്ടു കൂട്ടർക്കും കഴിയില്ല നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ. സ്തോത്രം. അതുകൊണ്ട് യുദ്ധം എന്നൊക്കെ അതിന് വിളിക്കാമെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു യുദ്ധം നടക്കില്ല. വൺ സൈഡഡ് ആയിരിക്കും, ഒരു ഭാഗത്തു നിന്ന് മാത്രമായിരിക്കും. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പേ യുദ്ധം തീർന്നിരിക്കും. സ്തോത്രം. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മഹത്വവും ബഹുമാനവും എന്നുള്ളതിൻ്റെ രണ്ടർത്ഥങ്ങളും മനസ്സിലായല്ലോ. ഒന്ന്, നമുക്ക് ബാഹ്യമായിട്ട് കാണാൻ കഴിയുന്ന ഒരു തേജസ്, അതിനോട് നമ്മൾ അനുരൂപപ്പെടും. 2, യേശുക്രിസ്തുവിനോട് സകല സൃഷ്ടികൾക്കും തോന്നുന്ന ആരാധനാ മനോഭാവം, യേശു ആരാണ് എന്ന സകല സൃഷ്ടികളുടെയും തിരിച്ചറിവും ഏറ്റുപറച്ചിലും. സ്തോത്രം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം മുഴുവനും നമ്മൾ കുഞ്ഞാടിനെ ഉയർത്തി കാണുന്നത്. സ്തോത്രം. അവിടെ നമ്മൾ പാടുന്ന പാട്ട് മുഴുവനും കുഞ്ഞാടിനെ മഹത്വപ്പെടുത്തുന്ന പാട്ടുകളാണ്. സ്തോത്രം. പിതാവായ ദൈവത്തോടൊപ്പം നമ്മൾ കുഞ്ഞാടിനെ കാണുന്നു. പിതാവായ ദൈവത്തെ ബഹുമാനിക്കുന്നത് പോലെ സകല സൃഷ്ടികളും കുഞ്ഞാടിനെ, ദൈവപുത്രനെ, യേശുക്രിസ്തുവിനെയും ബഹുമാനിക്കുന്നു. ആ ബഹുമാനമാണ് ഇവിടെ പറയുന്ന ആ രണ്ട് അവസ്ഥകളും, രണ്ട് ബഹുമാനത്തിൻ്റെയും മഹത്വത്തിൻ്റെയും അർത്ഥങ്ങളും നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും വ്യക്തമാണോ? സ്തോത്രം. പ്രൈസ് ഗോഡ്. എല്ലാവർക്കും വേണ്ടി മരണം അനുഭവിച്ചതും ആസ്വദിച്ചതും ഇന്ന് നമുക്ക് തൊടാൻ പറ്റിയില്ല. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമുക്ക് അത് തിങ്കളാഴ്ച ചിന്തിക്കാം. സ്തോത്രം. ഈ
മഹത്വവും ബഹുമാനവും അണിഞ്ഞ കർത്താവിനോട് കൂടെ നാമും നിത്യത മുഴുവനും ചിലവഴിക്കുന്ന വലിയ പ്രത്യാശയാൽ നിറയപ്പെട്ടവരായി മുൻപോട്ട് നമ്മുടെ ജീവിതം കഴിപ്പാൻ കർത്താവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.